ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കാരണം ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. സോ ഇത്രയും ഫേമസ് ആയ ഒരു കപ്പൽ മുങ്ങിപ്പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ പുറത്തെടുക്കാത്തത്? അത് മനഃപൂർവ്വമാണോ? അതോ ഇനി അത് കടലിനടിയിൽ നിന്നും പുറത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? 1912 ടൈറ്റാനിക് കപ്പൽ ഒരു മഞ്ഞുമലയിൽ കൂട്ടിയിടിച്ച് അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയത്. അന്നത്തെ ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ടൈറ്റാനിക് കപ്പലിൽ 2200ഓളം ആളുകളുണ്ടായിരുന്നു. അത്രയും ആളുകളിൽ നിന്നും വെറും 700 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഒരു കാലത്ത് ഈ ഒരു കപ്പലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ ഷിപ്പ്. അത്രയും വലിയൊരു കപ്പൽ തകർന്ന് കടലിനടിയിൽ പോയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ടെക്നോളജി ഇത്രയും അധികം വളർന്നിട്ടും എന്തുകൊണ്ടാണ് ആ കപ്പൽ പുറത്തെടുക്കാത്തത്? സോ മനുഷ്യൻ കപ്പൽ കണ്ടുപിടിച്ച് എന്നു മുതൽ കടലിലൂടെ യാത്ര ചെയ്യാൻ ആരംഭിച്ചോ അന്നു മുതൽ ഇന്നു വരെ ഒരുപാട് കപ്പലുകൾ തകർന്ന് കടലിനടിയിൽ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുങ്ങിയ കപ്പലുകളുടെ എല്ലാം അവശിഷ്ടങ്ങൾ കടലിനടിയിൽ തന്നെ കിടക്കുന്നുമുണ്ട്. പക്ഷേ ആ കപ്പലുകളെ പറ്റിയൊന്നും നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അവയുടെ അവശിഷ്ടങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തെടുക്കാത്തതെന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. എന്നാൽ ടൈറ്റാനിക്കിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം എല്ലാവരും ക്യൂരിയസ് ആവുന്നതിന്റെ കാരണം എന്താണെന്നാൽ ജെയിംസ് കാമറൂൺ പടച്ചുവിട്ട ടൈറ്റാനിക് എന്ന ഗംഭീര സിനിമയാണ്. അതെ, ഈ ഒരു സിനിമ മാത്രമാണ് ഇതിന് കാരണം. ഈ ഒരു സിനിമ കാണാത്തവരോ ഈ സിനിമയെപ്പറ്റി കേൾക്കാത്തവരോ വളരെ കുറവായിരിക്കും. ഇനി കപ്പലിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാത്തതിന്റെ റീസൺ എന്താണെന്നാൽ ടൈറ്റാനിക് കപ്പലിൽ ഏകദേശം 300 ബില്യൺ അമേരിക്കൻ ഡോളർ വിലമതിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്നും കടലിനടിയിൽ ആ കപ്പലിൽ തന്നെ ഉണ്ടെന്നും പറയപ്പെടുന്നു. അതുകൂടാതെ ആ കപ്പലിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിന്റെ ആഭരണങ്ങളും ആ കപ്പലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ആൻഷ്യൻ ഈജിപ്തിന്റെ മമ്മിയും ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതൊരു അണ്ടർ വാട്ടർ ട്രഷർ ആണെന്നും അവർ അതിനെ വിളിക്കുന്നുണ്ട്. ഇത്രയും വിലമതിപ്പുള്ള വസ്തുക്കൾ ആ കപ്പലിൽ ഉള്ളത് കൊണ്ട് ഇതറിഞ്ഞ ഒരുപാട് ആളുകൾ കടലിനടിയിൽ കിടക്കുന്ന ടൈറ്റാനിക്കിൽ നിന്നും അതെടുക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാൽ ആരെ കൊണ്ടും അതിന് കഴിഞ്ഞിട്ടില്ല. അതെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ എല്ലാം തന്നെ പരാജയപ്പെട്ടു. അതെന്താണെന്നാൽ അന്നത്തെ ആക്സിഡന്റ് കഴിഞ്ഞ് കപ്പലിന്റെ ഭാഗങ്ങൾ കടലിനടിയിൽ ഏത് ദിക്കിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ 73 വർഷങ്ങളെടുത്തു. അതുകൂടാതെ തകർന്നു വീണ ടൈറ്റാനിക് കടലിനടിയിലേക്ക് 3800 മീറ്റർ ആഴത്തിലാണ് ചെന്ന് പതിച്ചത്. ഇത്രയും ആഴത്തിലേക്ക് ഒരാൾ ഇറങ്ങിച്ചെല്ലുക എന്നത് വളരെയധികം അപകടം പിടിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ടൈറ്റാനിക് പുറത്തെടുക്കുന്ന കാര്യം വളരെയധികം ക്രിറ്റിക്കലായി മാറി. ഇത് മനസ്സിലാക്കിയ അമേരിക്ക ചെയ്തതെന്താണെന്നാൽ ഇനി ആരും തന്നെ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിക്കരുത് എന്ന് അനൗൺസ് ചെയ്തു. കൂടാതെ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ടൈറ്റാനിക് കപ്പൽ അമേരിക്കയുടെ അണ്ടർ വാട്ടർ കൾച്ചറൽ ഹെറിറ്റേജ് ആയും അമേരിക്ക പ്രഖ്യാപിച്ചു. ഒരിക്കലും മുങ്ങില്ല എന്ന കോൺഫിഡൻസിൽ അവർ നിർമ്മിച്ചെടുത്ത ടൈറ്റാനിക് കപ്പൽ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ഒരു നൊമ്പരമായി, ഒരത്ഭുതമായി കടലിനടിയിൽ തന്നെ നിലകൊള്ളുന്നു.